ഹലോ അസ്സാം വലൈക്കും. വീണ്ടും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ. നമുക്ക് ഈസ്റ്റും പിന്നെ ചീസും ഒന്നുമില്ലാതെ ഒരു അടിപൊളി പിസ്സ ആണ് ഇന്ന് നമ്മുടെ റെസിപ്പി. അടിപൊളി പിസ്സയാണ്, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ എങ്ങനെ ഈസ്റ്റും ചീസും ഒന്നും ഇല്ലാതെ പിസ്സ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പിസ്സയ്ക്കുള്ള മാവാണ് പറയുന്നത്. ഒരു കപ്പ് മൈദാമാവും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു കപ്പും 4 ടേബിൾ സ്പൂണും. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ എണ്ണയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നെയ്യും 2 ടീസ്പൂണിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവും ബേക്കിംഗ് സോഡയും എണ്ണയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഉള്ളതോ പുളി ഇല്ലാത്ത ഏതായാലും കുഴപ്പമില്ല. ഒരു 6 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തൈരായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മാവ്. അത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മതി, കാരണം തൈരൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് അത്രയും മതിയാവും. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം മാവ് നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി ഇതിനകത്തോട്ട് എണ്ണ പുരട്ടി കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് പുരട്ടിയിട്ട് ആ ബൗളും ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് അതിനകത്ത് ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും നമുക്ക് അടുത്ത സോസ് ഉണ്ടാക്കാം, പിസ്സയ്ക്കുള്ള സോസ് ഉണ്ടാക്കാം. മാവ് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു സവോള കട്ട് ചെയ്തത്, പിന്നെ 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒരു കടായിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇത് വേവിക്കാൻ വെക്കാം. തക്കാളിയും ഇതെല്ലാം നല്ല വെന്ത് വരണം. അപ്പോൾ ഓൾറെഡി തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആറാൻ വെക്കാം, തണുക്കാൻ വെക്കാം. അത് തണുക്കുമ്പോഴത്തേന് പിസ്സയുടെ സോസിൻ്റെ ഇത് തണുക്കുമ്പോഴത്തേന് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിക്കും, അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോവും. എന്നിട്ട് നമ്മൾ നല്ലപോലെ ബട്ടറും മൈദാമാവൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന ഒരു 2-3 മിനിറ്റ്സ് എങ്കിലും നല്ലപോലെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അത് ചൂടായി വരുമ്പോഴത്തേന് ഈ ഒരു പരുവം നിങ്ങൾ കാണുന്ന ഒരു പരുവം ആകുമ്പോഴത്തേനും നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഏകദേശം ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് ഒന്നും കൂടെ നമുക്ക് കുറുകി കിട്ടും. വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ആറാൻ വെച്ചിരുന്ന ടൊമാറ്റോ എല്ലാം നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബ്ലെൻഡറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് പിസ്സ സോസിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിനകത്ത് കൊന്തൊക്കെ കാണും, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും തക്കാളിയുടെയൊക്കെ.
അതിൻ്റെ കൊന്തൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുത്ത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് ഞാൻ അതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-40 സെക്കൻഡ് മതി. പെട്ടെന്ന് അത് കുക്കായി കിട്ടും. എണ്ണയിൽ മുളക് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ പഞ്ചസാരയും മുളക് പൊടിയും നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയുടെ സോസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും വെളുത്തുള്ളിയും സവാള എല്ലാം കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തത് അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുളക് പൊടി പഞ്ചസാരയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് ഒറിഗാനോയുടെ ഡ്രൈ ഒറിഗാനോ നമ്മൾക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒറിഗാനോ നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരു ഇറ്റാലിയൻ ഹെർബാണ് ഒറിഗാനോ. നമ്മൾ പിzzയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിzzയുടെ സോസിന് പിzzയ്ക്കൊക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഹെർബാണ് ഒറിഗാനോ. നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയൊക്കെ വരും. എന്താ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പം നമ്മുടെ പിzzയുടെ സോസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിzzയുടെ സോസ് ഉണ്ടാക്കാൻ പറ്റില്ല, കുഴപ്പമൊന്നുമില്ല. കെച്ചപ്പായാലും മതി. കെച്ചപ്പായാലും നമുക്ക് യൂസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാവ് കുഴച്ച് വെച്ച് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനൊരു തിൻ ക്രസ്റ്റിൻ്റെ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിന്നായിട്ട് ഇത് പരത്തിയെടുത്താൽ മതി. ഞാനിത് റൗണ്ട് ഷേപ്പിലല്ല പരത്തുന്നത്. ഞാനൊരു റെക്റ്റാങ്കുലർ പാനിലാണ് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. കാരണം നമ്മൾ ബേക്ക് ചെയ്തിടുമ്പോൾ കുറച്ച് പഫ് ചെയ്ത് വരും. അതുകൊണ്ടാണ് തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കൊരു റെക്റ്റാങ്കുലർ പാൻ എടുക്കാം പിzzയ്ക്ക് വേണ്ടിയുള്ള. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഓയിൽ മതി. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിരുന്ന പിzzയുടെ ബേസ് നമ്മൾ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഇത് ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത പിzzയുടെ ബേസാണ്. ജസ്റ്റ് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ഈസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈസ്റ്റ് ചേർക്കാതാണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് എല്ലാം ശരിയായി കൊടുക്കണം. കൈ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സൈഡെല്ലാം നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് പിzzയുടെ സോസ് നമുക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം, ഒരു പ്രശ്നമില്ല. നമുക്ക് ആവശ്യത്തിന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ എല്ലാ സൈഡ്സിലും എല്ലാം ആവുന്നുണ്ടോ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് സോസ് നമുക്ക് അതിന് ശേഷം അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിzzയുടെ സോസ് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് സോസ്. പിzzയുടെ സോസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കെച്ചപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. കെച്ചപ്പ് ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ വൈറ്റ് സോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈറ്റ് സോസ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഈ പിzzയ്ക്ക്. എന്താ പറയുന്നത്, ചീസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചീസ് കിട്ടിയില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ ചീസൊക്കെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വൈറ്റ് സോസ് നമ്മൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ, പിന്നെ ഒരു സവാള, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് പൈനാപ്പിളും കൂടെ ഞാൻ ആഡ് ചെയ്തെടുക്കണം. ഒരു പ്രത്യേക രുചിയാണ് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുത്തത്. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസാണ്
മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ ജസ്റ്റ് ആ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്ത ടൊമാറ്റോ ആണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു ടൊമാറ്റോ ആണ്. പിന്നെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനാണ് നീളത്തിലാണ് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം കൂടെ ഒരു പകുതി ക്യാപ്സിക്കമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പിzzയ്ക്ക് യൂസ് ചെയ്തിരുന്നത്. ഒരു പകുതി ക്യാപ്സിക്കമാണ്, അതും കൂടെ നീളത്തിൽ ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടെ നമുക്ക് അതിനകത്തോട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനകത്ത് പൈനാപ്പിൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രത്യേക രുചി പൈനാപ്പിൾ പിzzയിൽ ആഡ് ചെയ്യുന്നത് എനിക്കിവിടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പൈനാപ്പിളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കോൺ, മഷ്റൂം, ഏത് വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ചീസൊന്നും ഇല്ലാത്തൊരു പിസ്സ കാണിക്കാമെന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ പൈനാപ്പിളും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വറ്റൽമുളകാണ്. വറ്റൽമുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ, പക്ഷേ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് ഇതിന് വരുന്നത്. എനിക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കും പിzzയ്ക്കൊക്കെ. അപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും, വറ്റൽമുളക് പൊടിച്ചത്. പിന്നെ നമ്മുടെ ഒറിഗാനോയും കൂടെ ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നല്ലൊരു സ്മെല്ല്, ആ പിzzയുടെ സെയിം സ്മെല്ലൊക്കെ വരും ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതില്ലാതെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോസ്, വൈറ്റ് സോസ്, വെജിറ്റബിൾസ്, റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ എല്ലാം ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിത് ഗ്യാസ് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനൊരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 180 ഡിഗ്രിയിൽ. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിത് അല്ലാതെ സ്റ്റൗ ടോപ്പിലും വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പം ചെറിയ തീയിലൊരു 20 to 23 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഇത് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് ഞാൻ എടുത്തൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതാണ്ട് അടിവശമൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അടിവശം എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ക്രസ്റ്റൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, പഫ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ റൗണ്ട് ഷേപ്പ് അല്ലാത്തതുകൊണ്ട് ഞാനിത് സ്ക്വയർ പോലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്ത് ഒരു 6 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതാണ്ട് സൈഡൊക്കെ നല്ല ക്രസ്റ്റൊക്കെ അടിപൊളി, നല്ല വെന്തിട്ടുണ്ട്, അകമൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയും പിസ്സ ഉണ്ടാക്കിയെടുക്കാം. വിത്തൗട്ട് ചീസ്, ഈസ്റ്റ് ഒന്നും ഇല്ലാതാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്താണ്ട്. ക്രസ്റ്റൊക്കെ കണ്ടോ, നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് എല്ലാം. നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഈസ്റ്റൊന്നും ചേർക്കാതെ. അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ചീസും ഈസ്റ്റും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ചീസ് ഇല്ലെങ്കിലും നമ്മൾ ആ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റ്, നമ്മൾ ചീസ് ഇല്ലെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അത് കഴിക്കുമ്പം. സെയിം പിസ്സയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം നമുക്കിത് ചെയ്യാൻ. അപ്പം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സെൻഡ് ചെയ്ത് തരണം. സെൻഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ നിങ്ങൾ എന്തായാലും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ, അടിപൊളി പിസ്സയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.